നമസ്കാരം. തുർക്കി റിപ്പബ്ലിക്കായ വടക്കൻ സൈപ്രസിൽ ഇപ്പോൾ നടക്കുന്ന തീവ്രമായ ഇസ്ലാമികവൽക്കരണത്തിനെതിരെ ജനങ്ങൾ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇവിടെ 100ഓളം തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ അതിശക്തമായ തോതിലുള്ള പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തുർക്കി പ്രസിഡന്റ് എർദോഗാൻ ഈ മേഖലയിൽ സന്ദർശനത്തിനായി എത്തിയത്. അദ്ദേഹം ഇവിടെ നിരവധി സർക്കാർ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം മറ്റും നിർവഹിക്കാൻ വേണ്ടിയാണ് എത്തിയത്. നേരത്തെ ഉണ്ടായിരുന്ന പുരോഗമനപരമായ പല കാര്യങ്ങളും ഇല്ലാതാക്കാനാണ് ഇവിടുത്തെ വലതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് സമരക്കാർ ആരോപിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്, നേരത്തെ ഇവിടെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ ശിരോവസ്ത്രം ധരിക്കണം എന്ന ആ നിലപാട് പിൻവലിച്ചിരുന്നു. ഇതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വടക്കൻ സൈപ്രസിലെ സർക്കാരാകട്ടെ ഈ നിരോധനം പിൻവലിച്ചിരിക്കുകയാണ്. അതായത് ഇനി മുതൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾ നിർബന്ധമായും മുഖാവരണം ധരിച്ച് വേണം സ്കൂളുകളിലെത്താൻ. ഇത്തരത്തിൽ ശിരോവസ്ത്രം നിർബന്ധമായും ധരിപ്പിക്കുന്ന രീതി ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് അവിടുത്തെ ട്രേഡ് യൂണിയനുകൾ ആരോപിക്കുന്നത്. ഇതിനെതിരെയാണ് അവർ ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. വടക്കൻ സൈപ്രസ് ഒരു സ്വയം പ്രഖ്യാപിത പരമാധികാര രാഷ്ട്രമാണ്. ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക നാമം ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്നാണ്. സൈപ്രസ് ദ്വീപിൻ്റെ വടക്കിഴക്കൻ ഭാഗമാണ് ഈ രാജ്യത്തിൻ്റെ കീഴിലുള്ള പ്രദേശം. ലോകരാഷ്ട്രങ്ങളെ തുർക്കി മാത്രമാണ് ഈ രാജ്യത്തെ അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ അമിതമായ അധീശത്വമാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് എന്നാണ് അവിടുത്തെ സംഘടനകൾ ആരോപിക്കുന്നത്. തുർക്കിയിലെ ഭരണകക്ഷി തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഇസ്ലാമികവൽക്കരണത്തിന് നേതൃത്വം നൽകുന്നത് എന്നും ഇതിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തുർക്കിയിൽ നിന്നാണ് എന്നുമാണ് സമരക്കാർ പറയുന്നത്. എന്നാൽ എർദോഗാൻ ആകട്ടെ ഈ ആരോപണമൊക്കെ തന്നെ തള്ളിക്കളയുകയാണ്. രാജ്യത്തിൻ്റെ പരമാധികാരവും ജനാധിപത്യവും എല്ലാം തകർക്കാനാണ് ഈ പ്രതിഷേധക്കാർ ശ്രമിക്കുന്നത് എന്നും ഒരു തരത്തിലുമുള്ള പുരോഗമന വിരുദ്ധമായ നടപടികൾ തങ്ങൾ ചെയ്യുന്നില്ല എന്നുമാണ് തുർക്കി ഇതിന് മറുപടിയായി നൽകുന്നത്. എന്നാൽ എർദോഗാൻ്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പ്രതിഷേധക്കാർ. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ തെരുവുകളിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് പഴയ വടക്കൻ സൈപ്രസ് മതി, ഈ പുതിയ രീതികൾ ഇവിടെ ആവശ്യമില്ല എന്ന് എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ സമരം നടക്കുന്നത്. ഏതായാലും സർക്കാരിൻ്റെ ഈ നിലപാടുകൾക്കെതിരെ സൈപ്രസിലെ ഭരണഘടനാ കോടതിയെ സമീപിക്കാനാണ് സംഘടനകൾ തയ്യാറെടുത്തിരിക്കുന്നത്. ഇതിനുവേണ്ടി എത്ര വർഷം വേണമെങ്കിലും കേസ് നടത്താൻ തങ്ങൾ തയ്യാറാണ് എന്നാണ് പ്രതിഷേധക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വടക്കൻ സൈപ്രസിനെ തുർക്കി മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ന്യായമായിരിക്കാം ഒരുപക്ഷെ ആ രാജ്യത്തിന് മേൽ തുർക്കിയുടെ ഇത്രയധികം സ്വാധീനമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തെന്നാൽ ഇസ്ലാമികവൽക്കരണ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ നീക്കം നടത്തുന്നത് എങ്കിൽ ഏതറ്റം വരെയും പോകാൻ തന്നെയാണ് പ്രതിഷേധക്കാരും ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. വടക്കൻ സൈപ്രസിലെ അധ്യാപകരുടെ സംഘടന ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ഈ അധ്യാപക സംഘടനകൾ ആരോപിക്കുന്നത് രാജ്യത്തെ മതേതരത്വം ഇല്ലാതാക്കാനും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ പോലും ഈ ഒരു ഇസ്ലാമികവൽക്കരണം നടപ്പിലാക്കി ജനങ്ങളെ വഴിതെറ്റിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നുമാണ്. വടക്കൻ സൈപ്രസിലെ വളരെ പ്രമുഖമായ ട്രേഡ് യൂണിയനുകളൊന്നാണ് ഈ അധ്യാപകരുടെ സംഘടന.